എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സെബാസ്റ്റ്യൻ ആൻ്റണി. ഞാൻ താമസിക്കുന്നത് കൊല്ലം ജില്ലയിലെ നീണ്ടകര എന്ന സ്ഥലത്താണ്. പ്രവാസ ലോകത്തെ ജീവിതവും അവിടെ ആ കാലയളവിലുള്ള വിശ്വാസ ജീവിതത്തെയും കുറിച്ച് പറയുകയാണെങ്കിൽ 1994 സെപ്റ്റംബറിൽ ആരംഭിച്ച പ്രയാണമാണ് എൻ്റേത് പ്രവാസ ലോകത്തേക്ക്. ബാംഗ്ലൂരിൽ താമസിച്ചിരിക്കുന്ന ആ കാലത്ത് ഒരു കമ്പനിയുടെ സെലക്ഷൻ കിട്ടി. പ്രവാസ ലോകത്തേക്ക് പോയ ഞാൻ ഒരു 4-5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നാട്ടിലേക്ക് തിരിച്ചു വരികയുണ്ടായി. അന്ന് ജോലിയിൽ ചെറിയ പ്രതിസന്ധി ഉണ്ടായതാണ്. പക്ഷേ ഈ പ്രതിസന്ധി വന്ന ഘട്ടങ്ങളിലെല്ലാം ഞാൻ കൊച്ചുനാൾ മുതലേ അനുഷ്ഠിച്ചു പോരുന്ന വിശ്വാസം എന്നത് മുറുകെ പിടിച്ചിരുന്നത് കൊണ്ട് പല ഘട്ടങ്ങളിലും പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു, പ്രത്യേകിച്ചും പ്രവാസ ലോകത്ത്. പ്രവാസ ലോകത്തേക്ക് പോകാനുള്ള ഒരു പ്രേരണ, അതായത് എൻ്റെ കുടുംബത്തിലുള്ള പ്രാരാബ്ദങ്ങളിലൂടെ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ ബാംഗ്ലൂരിലായിരുന്നു. ആക്ച്വലി വർഷങ്ങളോളം ബാംഗ്ലൂർ ജീവിച്ചു. എനിക്ക് പ്രവാസ ലോകത്തേക്ക് പോകണമെന്നൊരാഗ്രഹമില്ലായിരുന്നു. പക്ഷേ ചില പ്രതിസന്ധികൾ ഇങ്ങനെ കുടുംബത്ത് വന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവിടെയും നല്ല വിശ്വാസത്തോടെ പള്ളിയിൽ എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാൻ പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, കഴിവതും വേഗം ഇവിടെ നിന്നാൽ എൻ്റെ പ്രതിസന്ധികളെ നേരിടാൻ കഴിയില്ല, എനിക്ക് എത്രയും വേഗം ഒന്ന് വിദേശത്തേക്ക് പോകാനുള്ള അവസരം തരണമെന്ന് പ്രാർത്ഥിച്ച അതേ ആഴ്ചയിൽ തന്നെ പെട്ടെന്നൊരു ഉൾവിളി പോലെ എവിടെ നിന്നോ ഒരാളുടെ ഒരു മെസ്സേജ് കിട്ടി, ഇന്നണക്ക് ഒരു ക്ലയൻറ്റ് വരുന്നുണ്ട്, വേഗം അറ്റൻഡ് ചെയ്താൽ പുറത്തേക്ക് പോകാൻ പറ്റുമെന്നുള്ള. അങ്ങനെ പോവുകയും ആ ഇൻ്റർവ്യൂവിൽ പാസ്സാവുകയും ചെയ്തു. 1994 പ്രതീക്ഷിക്കാത്ത സമയത്ത് എൻ്റെ വിശ്വാസത്തിൻ്റെ തീഷ്ണത എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്ന അന്നും ഇന്നും അങ്ങനെ എനിക്ക് പ്രവാസ ലോകത്തേക്ക് കടന്നു പോകുവാൻ സാധിച്ചു. അതിലൂടെ പിന്നെ ഞാൻ പടിപടിയായിട്ട് ഞാൻ സാധാ ഒരു ടെക്നീഷ്യനായിരുന്ന ഞാൻ സൂപ്പർവൈസർ ലെവൽ വരെ എത്തുകയും ചെയ്തു, ആ ഒരു കമ്പനിയിൽ നിന്നുകൊണ്ട് തന്നെ. അതിനുശേഷം പിന്നെ ഇതിനിടയിൽ പലപ്പോഴായിട്ടും ഇപ്പോൾ ഏറ്റവും അടുത്ത് പറയാനാണെങ്കിൽ തീഷ്ണതയോടുകൂടി പ്രാർത്ഥിച്ച്, അതായത് ചോദിക്കുവാൻ നിങ്ങൾക്ക് തരപ്പെടുമെന്ന ആ വചനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പറയാനാണെങ്കിൽ 2008 ലോകം മൊത്തം വന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ സമയത്ത് ഞാൻ അന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിൽ നിന്നും ഫ്ലൈറ്റിൽ ചാർട്ട് ചെയ്താണ് ആൾക്കാരെ വിട്ടുകൊണ്ടിരുന്നത്. കമ്പനിയുടെ പ്രതിസന്ധി, ആ സാമ്പത്തിക പ്രതിസന്ധി നേരിടാൻ കമ്പനിക്ക് വയ്യാണ്ട് അങ്ങനെ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, ഒരുപാട് പേര് അവിടെ നിന്ന് നാട് കടത്തപ്പെട്ടു ആ സമയത്ത്. അതിലെല്ലാം അപ്പോൾ ഒരു പ്രസ്റ്റേജ് പ്രൊജക്റ്റായിരുന്ന ഒരു പ്രൊജക്റ്റിൽ ഞാൻ നിൽക്കുന്ന സമയത്തായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാ സ്റ്റാഫുകളെയും പറഞ്ഞയക്കുമ്പോഴും ഞാനിങ്ങനെ പ്രാർത്ഥിക്കുവാൻ, ദൈവമേ, അന്ന് എൻ്റെ മക്കൾ പഠിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇവിടെ നിന്നെങ്കിലേ എനിക്കിത് നടത്തി എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം ഒരു ലെവലിൽ കൊണ്ടെത്തിക്കാൻ പറ്റുള്ളൂ എന്ന് മനം നൊന്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ടും ആ കമ്പനിയിൽ നിന്ന് എനിക്ക് പോരേണ്ടി വന്നില്ല. വീണ്ടും ഞാൻ വർഷങ്ങളോളം 2015 വരെയും അതേ കമ്പനിയിൽ തന്നെ നിന്ന് ജോലി ചെയ്ത് ഞാൻ ഉദ്ദേശിച്ചതുപോലെ, അല്ലെങ്കിൽ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരുന്ന എല്ലാ സന്തോഷങ്ങളും എൻ്റെ കുടുംബത്തിന് നൽകുവാൻ എന്നെക്കൊണ്ട് അവിടെ വെച്ച് സാധിക്കുകയുണ്ടായി. അതിനുശേഷം തന്നെ ആ കമ്പനിയിൽ നിന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവർക്ക് കമ്പനികളിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ക്ലോസ് ചെയ്തതോടുകൂടി അവിടെ നിന്ന് പോരേണ്ടി വന്നതിന് ശേഷവും നാട്ടിലെത്തി കുറച്ച് കഷ്ടങ്ങളൊക്കെ ആയി 2 വർഷത്തോളം നാട്ടിൽ നിൽക്കുകയും വീണ്ടും ഇതുപോലെ തന്നെ ഉണ്ടായിരുന്ന സാമ്പത്തികതയെല്ലാം ഭദ്രതയെല്ലാം തകർന്ന് തരിപ്പണമാകുമെന്നുള്ളൊരു കാലഘട്ടത്തിൽ വീണ്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് എനിക്ക് നല്ലൊരു അവസരം തന്ന് വീണ്ടും ഒരു കമ്പനിയിലേക്ക് ഉയർന്ന സാലറിയോടുകൂടി പോകാനുള്ളൊരു കൃപ ദൈവം തന്നു. അതും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ചിരിക്കുന്നതെല്ലാം വിശ്വാസ തീഷ്ണതയോടുകൂടി എപ്പോഴൊക്കെ ഞാൻ മുട്ടിപ്പാൽ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം പ്രത്യുത്തരം, ചോദിച്ചത് ഉടൻ തന്നെ പ്രത്യുത്തരം നൽകിയിട്ടുള്ള എൻ്റെ ദൈവത്തെക്കുറിച്ച് എനിക്ക് പറയാൻ വാക്കുകളില്ല. പലപ്പോഴും ഞാനും അതേ, എൻ്റെ ജീവിത പങ്കാളിയും അത് തന്നെ. ഞങ്ങൾ 2 പേരും എപ്പോഴൊക്കെ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ, മക്കളെക്കുറിച്ചാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും ജോലിയില്ല എന്നുള്ള ഭാരപ്പെട്ടപ്പോഴുമെല്ലാം ചോദിച്ച ഉടൻ മറുപടി നൽകിയിട്ടുള്ള ദൈവത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പ്രകീർത്തിക്കുവാനും പറയുവാനും പറ്റുന്ന ഇടങ്ങളിലെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നും അത് തന്നെയാണ്. ഇത് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ മക്കളുടെ വിദ്യാഭ്യാസം കഴിഞ്ഞ്, മകൻ വിദ്യാഭ്യാസം കഴിഞ്ഞ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച മകനാണ്, ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, പപ്പ ഇങ്ങ് പോരെ, ഞാൻ നോക്കിക്കോളാം, പപ്പ നാട്ടിൽ നിന്ന് വീട് നോക്കി നിന്നാൽ മതി എന്ന് പറഞ്ഞ്
അങ്ങനെ ഒരു നിർബന്ധത്തിൻ്റെ പേരിൽ ഞാൻ നാട്ടിലേക്ക് വരികയുണ്ടായി 2022. അങ്ങനെ വന്ന് നിന്ന് മകനും വന്ന് അവർ പറഞ്ഞതുപോലെ പിന്നെ നമ്മൾക്ക് നാട്ടിൽ ജീവിക്കണമെന്നുള്ളൊരു ആഗ്രഹമുള്ളത് കൊണ്ടും വരികയും വന്നുവെങ്കിലും വീണ്ടും ഞങ്ങൾ പ്രതിസന്ധിയിലേക്ക് തന്നെ പോവുകയുണ്ടായി. ആ ഒരു മകൻ്റെ ജോലിയും ശരിയായില്ല, എൻ്റെ ജോലിയുടെ കാര്യങ്ങളും ഇങ്ങനെ ആയതിൻ്റെ പേരിൽ വീണ്ടും ഇപ്പോൾ ഈ അവസാന കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരു 2 വർഷം മുമ്പേ ഉള്ളതാണ് ഈ ഒരു വിശ്വാസത്തിൻ്റെ അങ്ങേയറ്റം, അതായത് ദൈവം നമ്മളോട് കൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിരുന്നു. ഇപ്പോൾ 2022 പെട്ടെന്നൊരു ദിവസം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവം വിളിച്ച വിളി പോലെ ഒരു മാസത്തിനുള്ളിൽ ഞാനൊന്ന് ശ്രമിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു, ദൈവമേ ഇത് നടത്തി തന്ന് എന്നെ നിൻ്റെ നാട്ടിൽ എന്നെ കൊണ്ടുപോകണമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ 30 ദിവസം തികയും മുമ്പേ ഞാൻ ജെറുസലേമിലെത്തി. എനിക്ക് വിസ കിട്ടി, ഞാൻ ജെറുസലേമിലെത്തി. കർത്താവ് നടന്ന വഴികളിലെല്ലാം നടക്കുവാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. അവിടെ 2 വർഷക്കാലം ജോലിയെടുത്തു. എല്ലാ സ്ഥലങ്ങളും കർത്താവ് സഞ്ചരിച്ചതും മരണം വരിച്ചതും എല്ലാ ഇടങ്ങളിലും സന്ദർശിക്കുവാനും അതിലേറെ ആ നാട്ടിൽ നിന്ന് പണം സമ്പാദിക്കുവാനും അങ്ങനെ അവസാന കാലഘട്ടത്തിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചു ഇസ്രയേലിലേക്ക് പോകണം എന്നുള്ള തീക്ഷ്ണമായ ആഗ്രഹത്തോട് പ്രാർത്ഥിച്ച് ഒരു 30 ദിവസത്തിനുള്ളിൽ എന്നെ അവിടെ എത്തിച്ച തമ്പുരാനാണ്. ആ പ്രാർത്ഥനയുടെ ശക്തി അല്ലെങ്കിൽ ദൈവം നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും മകുടോദാഹരണമായിരുന്നു എനിക്ക് ഈ ഒരു അവസരം കിട്ടിയത്. അതും എൻ്റെ 59ാമത്തെ വയസ്സിൽ അത് കിട്ടി. ഞാൻ അവിടെ ചെന്നതോടൊപ്പം തന്നെ അവിടെ ഇറങ്ങി ജോലിയെടുത്തു. ഏറ്റവും നല്ല ഇസ്രയേലിൻ്റെ തന്നെ ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ല സ്ഥലങ്ങളായ നസ്രത്തും ജെറുസലേമും ബെത്ഷമേഷും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അന്തരീക്ഷമാണെങ്കിലും പറയാൻ എല്ലാ വിധത്തിലും ഒരുപാട് സന്തോഷം നൽകിയ ഒരു സ്ഥലമാണ് ജെറുസലേം. എന്നതിനേക്കാൾ ഉപരി ഈ സന്തോഷമോ സമ്പാദ്യമോ എന്നതിനേക്കാൾ ഉപരി കർത്താവിൻ നടന്ന വഴികളിൽ, അതായത് എനിക്ക് ഏറ്റവും സന്തോഷവും സമാധാനവും നൽകിയത് ഞാൻ ആ സ്ഥലത്ത് താമസിക്കാൻ പറ്റി. ഒപ്പം ഞാൻ താമസിച്ചിരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്തു ബാലികയെ സൗഖ്യപ്പെടുത്തിയ ആ സ്ഥലം, അവിടെയാണ് ഞാൻ ഡെയിലി എൻ്റെ തൊട്ടടുത്തൊരു ബിൽഡിങ്ങിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ആ സ്ഥലത്തൂടെ നടന്നു പോവുകയും അവിടെ നിന്ന് നടന്നു പോകാവുന്ന ദൂരത്തിലാണ് കാൽവരി. അതേപോലെ തന്നെ ക്രിസ്തുവിനെ കൊണ്ടുപോയി ഒരു ദിവസം തുറുങ്കലിലടച്ച ആ തുറുങ്കലും പീലാത്തോസിൻ്റെ ഭവനവും എന്ന് പറയാൻ പറ്റത്തില്ല, വാക്കുകളില്ല. ഇന്നും ജെറുസലേമിനെ കുറിച്ച് ഓർത്താൽ ഒരു കുളിരാണ്, ഒരു സന്തോഷമാണ്. അത്തരം അവസരങ്ങളെല്ലാം ദൈവം നൽകുകയുണ്ടായി. ഒപ്പം എല്ലാ സ്ഥലങ്ങളും ജെറിക്കോയിലേക്ക് പോയതാണെങ്കിലും ശരി, ഇസ്രയേലിൻ്റെ എല്ലാ മൂലകളിലും, പ്രത്യേകിച്ചും മാതാവ് ജനിച്ച് വളർന്നിരുന്നുവെന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്. അതിനകത്ത് ആ പള്ളിക്കകത്ത് ഒരു ചെറിയ കുടില് പോലെ, ആ വലിയ പള്ളിയാണ് പുറമേ നോക്കും, പക്ഷേ അതിനകത്ത് കയറിയാൽ ഒരു ചെറിയ കുടില്, അതായത് അവിടെ ആയിരുന്നു മാതാവ് ജീവിച്ചിരുന്നു എന്ന് പറയുന്ന, അതിനകത്തൊക്കെ ചെന്ന് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉള്ള അനുഭവം, ആ ഒരു സന്തോഷം, ആ ഒരു വിടുതൽ, അതെല്ലാം ഇപ്പോഴും ഓർക്കുമ്പോൾ ശരീരമാകെ നമുക്കൊരു കുളിരാണ്. എന്നും ഞാൻ വീട്ടിൽ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ജെറുസലേമിൽ നടന്ന് ജീവിച്ച, കാൽവരിയിൽ പോയി വന്ന എന്ന് പറയേണ്ട ആ സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ അതൊരു വർത്തമാനത്തിൽ വരും. വീട്ടിലത്തെ ഡെയിലിയുള്ള ദൈനംദിന വർത്തമാനങ്ങളിൽ ഈ വിഷയങ്ങളെല്ലാം വരും. ജെറുസലേം എന്നത് ഒരു വികാരമായി മാറി എൻ്റെ ജീവിതത്തിൽ. അതിലേറെ വിശ്വാസത്തിൽ കൂടുതൽ ഉറപ്പിക്കുവാൻ എനിക്കൊന്നുമല്ല, എൻ്റെ കുടുംബത്തിന് തന്നെ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയിലേക്ക് എത്തുവാൻ എന്നെ അവിടെ എത്താൻ സഹായിച്ച ആ ഒരു ദിവസങ്ങളും ആ മാസവും 30 ദിവസത്തിനുള്ളിൽ, മനസ്സാലെ ആഗ്രഹിച്ച 30 ദിവസത്തിനുള്ളിൽ ടെല്ലവീവ് എന്ന ഇസ്രയേലിൻ്റെ ഏറ്റവും മഹാനഗരമായ ടെല്ലവീവിൽ എത്തിപ്പെടുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അവിടെ നിന്ന് നല്ല ഒരു ജോലി സ്ഥലത്ത് എത്തിപ്പെടുവാനും ആ ജോലിയിലൂടെ ഒരു 2 വർഷക്കാലം അവിടെ നിന്ന് അത്യാവശ്യം സമ്പാദിച്ചുകൊണ്ട് ആഗ്രഹപ്രകാരം തന്നെ മടങ്ങിപ്പോരുവാനും എല്ലാം ദൈവം സഹായിച്ചു. ഇത് പ്രവാസ ലോകത്തിൽ ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ആദ്യകാലങ്ങളിലൊക്കെ. എങ്കിലും പ്രവാസലോകത്തെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളുണ്ടായിരുന്നെങ്കിലും ആദ്യകാലങ്ങളിൽ നമ്മൾ പ്രവാസിയായി ചെന്നു,
തുടക്കക്കാരാണല്ലോ, അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ, അതായത് നമ്മളെ ഒരിടത്ത് പോലും നിർത്താതെ നമ്മളെ പരീക്ഷണാർത്ഥം അല്ലെങ്കിൽ ഇന്ന പ്രൊഫഷൻ പീരീഡ് എന്ന് പറയുന്നത് പോലെ 2 വർഷത്തോളം കാലം പലയിടങ്ങളിലായി ഇങ്ങനെ 2 മാസം ഇവിടെ 3 മാസം അവിടെ എന്നും പറഞ്ഞ് പല മരുഭൂമികളിലാണ് ഇതെല്ലാം. പല ഇടങ്ങളിലേക്ക് നമ്മളെ ഇങ്ങനെ പറഞ്ഞു വിടുന്ന കൂട്ടത്തിൽ വിട്ടിട്ടുള്ള ഇതിൽ ഏറ്റവും ദുരന്തം അനുഭവിച്ചത് മരുഭൂമിയിൽ, അത് മസ്കറ്റിലായിരുന്ന സമയത്താണ്. ഫഹദ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കുറച്ച് പേര് പെട്ടുപോകുകയുണ്ടായി. കമ്പനിയാണ് എങ്കിലും ആ സ്ഥലത്തിൻ്റെ ഒരു ഇത് വെച്ച് ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. അതായത് ഭക്ഷണത്തിനാണെങ്കിലും ശരി, കുടിവെള്ളത്തിനാണെങ്കിലും ശരി, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഈ ബുദ്ധിമുട്ടുകളിലെല്ലാം നമ്മൾ പിടിച്ചു നിന്നെന്ന് പറഞ്ഞാൽ ഈ ഡെസേർട്ടിൽ അടുത്തടുത്ത സ്ഥലങ്ങളിലുള്ള, നമ്മളത് രാത്രികാലങ്ങളിൽ ചെറിയ വണ്ടികളിൽ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലുള്ള പ്രാർത്ഥനാ ഗ്രൂപ്പുകളാണ് നമ്മളെ പിടിച്ചു നിർത്തിയത്. അവിടെ കേൾക്കുന്ന വചനങ്ങളാണ് എല്ലാം നമ്മളുടെ സമൂഹത്തിൽപ്പെട്ടവർ തന്നെ. ഓരോരോ കൊച്ചു ക്യാമ്പുകളിൽ സന്ധ്യ ആകുമ്പോൾ ഓരോ ദിവസവും ചിട്ടപ്പെടുത്തിയതനുസരിച്ച് എല്ലാവരും ഒത്തുകൂടും. അന്നും ഈ ബുദ്ധിമുട്ടുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പിടിച്ചു നിന്ന് നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചതിൻ്റെ പേരിൽ നമുക്കിതിനേക്ക് അതിജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അക്കാലത്തും. അതായത് 95-96 കാലഘട്ടങ്ങളിലെ ഒരു ഇതാണ് പറയണത്. മരുഭൂമി എന്ന് പറഞ്ഞാൽ ശരിക്കും എണ്ണഖനനം നടക്കുന്ന ഇടത്ത് നമ്മളെ ക്യാമ്പായിരുന്നു. അപ്പം അന്ന് നമുക്കുള്ള ആശ്വാസം എന്ന് പറയുന്നത് സന്ധ്യാസമയങ്ങളിൽ കടന്നു പോകാൻ പറ്റുന്ന ഓരോരോ ക്യാമ്പുകളിൽ ചെന്ന് ചെറിയ കൂട്ടായ്മകളിലൂടെ ദൈവത്തേക്ക് കൂടുതൽ അടുക്കുക, ദൈവത്തെ കൂടുതൽ അറിയാൻ കഴിഞ്ഞതൊക്കെയാണ് നമ്മളെ കൂടുതൽ ബലപ്പെടുത്തിയത് മരുഭൂമികളിൽ. അതൊക്കെ ഒരു നല്ല അനുഭവമായിരുന്നു. ബുദ്ധിമുട്ടുകളുടെയും പ്രയാസങ്ങളുടെയും ഇടയിൽ നമുക്ക് കിട്ടിയ ഏറ്റവും നല്ല സന്തോഷമെന്ന് പറയുന്നത് ദൈവത്തെ അറിയുവാനും ദൈവവചനം അറിയുവാനും വചനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിൽ കൂടുതൽ ശരണം വിളിക്കുവാനും നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ആ കാലഘട്ടങ്ങളിൽ. അതുപോലെ തന്നെ ജീവിതത്തിലുടനീളം പിന്നീട് ഉണ്ടായിരുന്ന നമ്മൾക്ക് ജോലിയിലാണെങ്കിലും നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളിലാണെങ്കിലും മേൽക്കോയ്മകൾ ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ദൈവത്തോട് അടുത്ത് നിൽക്കുവാൻ പല സാഹചര്യങ്ങളിലും നമുക്ക് കൂടുതൽ സാധിച്ചിട്ടുണ്ട്. അതിന് ഉദാഹരണങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളുടെ ക്യാമ്പുകളിലും ക്യാമ്പിൻ്റെ പരിസരങ്ങളിലുള്ള ചെറിയ കൂട്ടായ്മകളാണ്. ആഴ്ചയിൽ ഒരു ദിവസം, എല്ലാ ദിവസവും കാണും. ഓരോരോ ഏരിയകളിൽ തിരിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് വണ്ടി വിളിച്ചും പോകാൻ കഴിയുന്ന അല്ലെങ്കിൽ പങ്കുവയ്ക്കാൻ കഴിയുന്ന കൂട്ടായ്മകൾ, വചനങ്ങൾ പങ്കുവയ്ക്കുക, പ്രാർത്ഥിക്കുക, ഒരുമിച്ച് കൂടുക, ഇങ്ങനെയുള്ള ആ വിശ്വാസത്തിൻ്റെ ചെറിയ ഘട്ടങ്ങളിലൂടെ കടന്നു പോയതിൻ്റെ പേരിൽ നമുക്ക് ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളപ്പോഴും ആശ്വാസത്തോട് കണ്ടെത്താൻ കഴിയുമായിരുന്നു. ദൈവിക വിശ്വാസത്തിൽ വളരാൻ അവസരങ്ങളുണ്ടായിരുന്നു. പ്രവാസലോകത്തെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ നമ്മൾ സ്ഥിരമായി പള്ളിയിൽ പോകുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും പ്രാർത്ഥനയിൽ കൂടുതൽ വളരാനും അല്ലെങ്കിൽ നമ്മൾ ഏകാഗ്രതയെ എങ്ങനെ പിടിച്ചു കെട്ടി നമുക്ക് സമചിത്തത കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ കഴിയുമെന്ന് പഠിപ്പിച്ചത് ശരിക്കും പറഞ്ഞാൽ പ്രവാസലോകമാണ്. ഒരുപക്ഷെ എനിക്ക് പറയാൻ കഴിയും, എന്താണെന്ന് വെച്ചാൽ എൻ്റെ അനുഭവങ്ങൾ അങ്ങനെയാണ്. എന്തെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നാട്ടിൽ ഒരു നിശ്ചിത സമയത്ത് അല്ലെങ്കിൽ നിശ്ചിത ദിവസം പള്ളിയിൽ പോയി വരുന്നു എന്നതിനപ്പുറത്തേക്ക് പ്രവാസലോകത്തായിരുന്നപ്പോൾ എല്ലാ ദിവസവും പ്രാർത്ഥനയിൽ കൂടുവാനും കൂട്ടായ്മകളിലൂടെ കടന്നു പോകുവാനും പ്രാർത്ഥനകൾ പരസ്പരം പങ്കുവയ്ക്കുവാനും അതേപോലെ തന്നെ സ്നേഹത്തിൽ, അതായത് നാട്ടിലുള്ളതിനേക്കാളും കുറച്ച് കൂടുതലാണോ എന്നുള്ളതിൽ തീർച്ചയായിട്ടും നമ്മൾ അത് പങ്കുവയ്ക്കണം മറ്റുള്ളവരുമായിട്ട്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഉള്ള കൂട്ടായ്മയേക്കാൾ അതിശക്തമാണ് പ്രവാസലോകത്ത്. അത് ഒരു രാജ്യത്തെന്നല്ല, ഏത് രാജ്യത്ത് ചെന്നാലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ആഴ്ചയിൽ ഒരു ദിവസം പള്ളിയിൽ പോവുക എന്നതിനപ്പുറത്തേക്ക് വിശ്വാസത്തോടെ കൂട്ടായ്മകളിൽ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രവണത നാട്ടിലേക്കാൾ കൂടുതൽ പ്രവാസലോകത്താണെന്നുള്ളതിൽ നിസ്സംശയം പറയാം. കാരണം എൻ്റെ അനുഭവമാണത്. ഞങ്ങൾക്ക് അങ്ങനെ ഒത്തിരി കൂട്ടായ്മകളിലൂടെ കടന്നു പോകാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങളത് ഷെയർ ചെയ്തിട്ടുമുണ്ട്. ഞങ്ങളുടെ കൂട്ടായ്മയിലെ കൂടെ തന്നെ ഞങ്ങളെ കണ്ടിട്ട് ഒരുപാട് പേര് ഇൻസ്പയർഡായി വന്നവരുമുണ്ട്. പള്ളിയിൽ ആഴ്ചയിലൊരിക്കൽ, വെള്ളിയാഴ്ചയാണല്ലോ അവിടുത്തെ പള്ളിയിൽ പോക്കും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കൂടുതൽ പേര് ഞങ്ങളുടെ കൂടെ വരാനും ഞങ്ങൾ പോകുന്നത് ചിട്ടയായി പോകുന്നതും വരുന്നതും കാണാനും
അതിലൂടെ അവർ ഇൻസ്പയർഡായിട്ട് നമ്മളോട് ഒത്തുചേർന്ന് വരികയും പോവുകയും പ്രാർത്ഥനയിൽ വളരുവാനൊക്കെ ഒരുപാട് പേരെ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. നമ്മളും കണ്ടുപഠിച്ചിട്ടുണ്ട് പലരെയും. നമ്മളെക്കാളും കുറേ സീനിയറായ ആൾക്കാരുടെ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത വേലകൾ ചെയ്യുന്നത് നമ്മളെക്കൊണ്ട് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമ്മൾ കരുതിയിരുന്ന പല മേഖലകളിലും പ്രേക്ഷിതൻ എന്ന നിലയിൽ നമ്മൾക്കിപ്പം ശാരീരികമായി ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും സാമ്പത്തികമായിട്ടാണെങ്കിലും നമ്മുടെ ശരീരം കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ സമയം കൊണ്ടും നമുക്ക് പ്രേക്ഷിത വേല ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്ക് നാട്ടിൽ ഇതൊക്കെ ചെയ്യാൻ അവസരം ഉണ്ടാകത്തില്ല. ഉണ്ടായാലും ചിലപ്പോൾ നമ്മൾ ഉദാസീനരായി തള്ളിക്കളയുമായിരിക്കും. പക്ഷേ പ്രവാസ ലോകത്ത് ഈ വക ഇത്തരം കാര്യങ്ങൾ, ഈ പ്രവണത എപ്പോഴും എല്ലാവരിലും ഉണ്ട് എന്നുള്ളതാണ് ഒരു സത്യം. അതായത് അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തിയെ സഹായിക്കാനുള്ളൊരു തൃഷ്ണയുണ്ടാവും എല്ലാ മലയാളികൾക്കും, എല്ലാ പ്രവാസികൾക്കും. വിശ്വാസികളായി അല്ലെ വിശ്വാസത്തിൽ കൂടുതൽ അടുത്ത് നിൽക്കുന്നവരോട് അവരുടെ കാര്യത്തെക്കുറിച്ച് നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ല. നമ്മളെയും അല്ലെങ്കിൽ പലരെ കണ്ടു നിൽക്കുന്നവരെയും കൂടെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രവണതയുമുണ്ട് പ്രവാസികളായ വിശ്വാസികൾക്ക്. അത് നിസ്സംശയം നമുക്ക് പറയാവുന്നൊരു കാര്യമാണ്. പ്രവാസ ലോകത്ത് ജീവിതം തുടങ്ങിയ ആ ആദ്യ കാലഘട്ടത്തിൽ നമ്മളെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, അയ്യോ ഇവിടെ നിന്ന് നാട് വിട്ടു പോയി കഴിഞ്ഞാൽ ഫ്ലൈറ്റ് കയറുമ്പോൾ തന്നെ അങ്ങനെ ഒരു ചിന്തയാണ്, ഇനി നമുക്ക് പള്ളി ഉണ്ടാവുമോ? ഗൾഫ് രാജ്യങ്ങളിലല്ലേ പോകുന്നത്, പള്ളിയിൽ പോകാൻ പറ്റുമോ? ദിവ്യകാരുണ്യ സ്വീകരണം നടക്കുമോ എന്നൊക്കെയുള്ള ഒരു ആശങ്കയോട് കൂടിയാണ് നമ്മൾ പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഈ ചിത്രങ്ങൾ ആകെ മാറി. ഒരാഴ്ച തികയുമ്പോഴത്തേക്ക് നമുക്ക് തൊട്ടടുത്ത് തന്നെ പള്ളിയും, അതും അവിടുത്തെ തലപ്പള്ളി, മിഡിൽ ഈസ്റ്റിലെ തന്നെ തലപ്പള്ളിയിലേക്ക്, മസ്കറ്റിലെ റൂബി എന്ന മസ്കറ്റിൻ്റെ തലസ്ഥാനമായ റൂബിയിലുള്ള പള്ളിയിൽ അവിടെ നമ്മൾ എത്തിപ്പെട്ട ആ നിമിഷം ഇപ്പോഴും നമുക്ക് വാക്കുകളാൽ വർണ്ണിക്കാൻ പറ്റില്ല. കാരണം ഗൾഫ് നാടിൽ, അതും കൊടും ചൂടുള്ള ഒരു കാലാവസ്ഥയിലാണ് ഞങ്ങൾ ചെല്ലുന്നത്. ചൂട് തീരാൻ പോകുന്ന ഒരു കാലാവസ്ഥ, നല്ല ചൂടാണ് അവിടെ. അത് ഒരു മലമ്പ്രദേശമാണ്, അതിൻ്റെ മലയുടെ അടിവാരത്താണ് ഈ പള്ളി ഒരുക്കിയിരിക്കുന്നത്. അവിടെ നമ്മൾ ചെന്നപ്പോഴുള്ള ആ ഒരു സന്തോഷം ജീവിതത്തിൽ മറക്കുകയില്ല. അതേപോലെ തന്നെയാണ് അവിടെ വിട്ട് കഴിഞ്ഞ് ദുബൈ എന്ന UAE-യിലെ ദുബൈയിലെ ക്യാപിറ്റലിലുള്ള ഖരാമയിലുള്ള സെൻറ്റ് മേരീസ് ചർച്ച് ഇന്നും എൻ്റെ ഒരു നൊസ്റ്റാൾജിയാണ്. സെൻറ്റ് മേരീസ് ചർച്ച്, അവിടുത്തെ അതിലോട്ട് കാല് കുത്തുന്ന ഒരു കുളിരാണ് ഇപ്പോഴും ഞാൻ പള്ളിയിൽ കയറുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അവസാന കാലഘട്ടം, ഇപ്പോൾ ഈ എൻ്റെ അവസാനത്തെ പ്രവാസ ലോകം എന്ന് പറയുന്നത് ജെറുസലേമാണ്. ഈ ജെറുസലേമിൽ കാലുവെച്ച് കാൽവരിയിൽ ചെന്ന് കുത്തിയ ഒരു നിമിഷമുണ്ട്. കാൽവരി, കർത്താവ് കുരിശിൽ മരിച്ച് തൂങ്ങിയെന്ന് അവിടെ ഇന്നും നിലനിൽക്കുന്ന ആ സ്ഥലത്ത് ചെന്ന എൻ്റെ അനുഭവം ശരിക്കും പറഞ്ഞാൽ ഓർക്കുമ്പോൾ ഒരു കുളിരുള്ളൊരവസ്ഥയാണ്. ആദ്യ പ്രവാസ ലോകത്തേക്ക് കടന്നു ചെന്ന ആദ്യത്തെ പള്ളിയും അവസാനമായി ഇപ്പോൾ ചെന്ന ജെറുസലേമിലെ കാൽവരി പള്ളിയും എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വിശ്വാസത്തിൽ എന്നെ കൂടുതൽ ഊട്ടി ഉറപ്പിച്ചു എന്നല്ലാണ്ട് മറ്റു വാക്കുകളുടെ ഒന്നും പറയാനില്ല. അത്രയ്ക്ക് സന്തോഷമുള്ള ഓരോ അവസ്ഥകളുമാണ്. പ്രവാസമായിരുന്നു എങ്കിലും ആ പ്രവാസ ലോകത്തുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലെങ്കിൽ നമ്മൾ വീട് വിട്ട് നിൽക്കുന്നു എന്നുള്ള വേദനകളൊക്കെ മറക്കുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ ആഴ്ചയിൽ ഒരിക്കലാണോ സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ പള്ളിയിലേക്ക് ഓടി ചെല്ലുക, അവിടെ അല്പനേരം ഇരുന്ന് പ്രാർത്ഥിക്കുക, ദൈവവുമായി സമ്പർക്കം പുലർത്തുക. ഇതൊക്കെയാണ് ഏറ്റവും വലിയ സന്തോഷം. ഈ പള്ളികളിൽ ഇവിടുന്ന് നമ്മുടെ നാടിൽ വിട്ടതിന് ശേഷം പ്രവാസ ലോകത്തും ഇത്തരം ഒരു സുഖം അനുഭവിച്ചു എന്നുള്ള പറയാൻ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ്. ആദ്യകാല പ്രവാസം കഴിഞ്ഞ് 2 വർഷത്തെ പ്രവാസ ലോകവും കഴിഞ്ഞ് ലീവിന് വന്നാണ് ഞാൻ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത്. എൻ്റെ വിശ്വാസത്തിൽ എന്നോടൊപ്പം നിൽക്കുന്ന ഏറ്റവും നല്ലൊരു ജീവിത പങ്കാളി എൻ്റെ ജീവിതത്തിൽ കിട്ടിയതാണ്. എൻ്റെ വിശ്വാസത്തിൽ കൂടുതൽ എനിക്ക് കർത്താവിലേക്ക് അടുക്കാൻ വളരെ പ്രേരണയുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, എന്നേക്കാൾ ഒരുപടി മുകളിൽ നിന്ന് പ്രാർത്ഥനയിൽ വളർത്താൻ കഴിവുള്ളൊരു ജീവിത പങ്കാളിയെ കിട്ടി. അതുപോലെ തന്നെയാണ് ഞങ്ങൾ 2 പേർക്കും കൂടെ ജനിച്ച 2 മക്കളും വിശ്വാസത്തിൽ തീഷ്ണതയോടെ വളരുന്ന മക്കളാണ്. ഇന്ന് മൂത്ത മകനെന്ന് പറയുന്നത് എന്നെക്കാളേറെയാണ് പുള്ളി. ബൈബിൾ വചനങ്ങൾ എടുത്ത് പറയുന്നതിലും വായിക്കുന്നതിലും പ്രാർത്ഥനയിലുമൊക്കെ അതീവ ശക്തിയോടുകൂടി നിൽക്കുന്ന മകനാണ്. ഇപ്പോൾ വിദേശത്താണ് പുള്ളി എങ്കിലും പുള്ളി ഇങ്ങോട്ട് നമ്മളെ പഠിപ്പിക്കും വചനങ്ങൾ. ഇന്ന സമയത്ത് ഇന്ന വചനം എടുത്ത് വായിക്കണം പപ്പ,
മമ്മായോടും അവർ തമ്മിൽ ഭയങ്കര ഇതാണ്. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ദിവസവും വചനങ്ങൾ പങ്കുവയ്ക്കുന്നതിലാണെങ്കിലും ശരി, പ്രാർത്ഥനയിൽ എങ്ങനെ ഓരോരോ പ്രാർത്ഥനകൾ അനുദിനം അനുഷ്ഠിക്കേണ്ട ആചാരക്രമങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം തീർത്തും ശരിക്കും നല്ല വിശ്വാസ തീഷ്ണതയോടുകൂടി ജീവിക്കുന്ന ഒരു ജീവിത പങ്കാളിയെ കിട്ടിയതാണ്. ഒരു പ്രവാസിയായ എൻ്റെ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്, എനിക്ക് ഏറ്റവും ചേർന്നതും എന്നെയും മക്കളെയും കരുതലോടെ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ജീവിത പങ്കാളി, അതാണ് എൻ്റെ പ്രവാസ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമായിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ അതെൻ്റെ വിശ്വാസത്തിൻ്റെ ഫലം, ഞാൻ ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിച്ചതിൻ്റെ ഒരു ഫലമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രവാസ ലോകത്തായിരുന്ന, അതായത് 1994 തുടങ്ങിയതാണ് എൻ്റെ പ്രവാസ ജീവിതം. ഇതിനിടയിൽ എനിക്കൊരു നല്ല പങ്കാളിയെ കിട്ടി, അതിലൂടെ 2 മക്കളെയും കിട്ടി. ഞങ്ങൾ സന്തോഷത്തോടു കൂടിയാണ് പോകുന്നതെങ്കിലും എന്നും അക്കരെ ഇക്കരെ നിന്ന് ജീവിക്കുന്നു. മക്കളും ഭാര്യയും ഇവിടെയും, ഞാൻ അവിടെയാണെങ്കിലും എല്ലാ ദിവസവും പ്രയാസമുണ്ട്. അകന്നു നിൽക്കുന്നതിൻ്റെ ഒരു പ്രയാസം. പക്ഷേ എങ്കിലും ഞങ്ങൾ വിശ്വാസത്തിൽ വളർന്നതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് എന്നും അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ ജീവിതം തുടങ്ങിയ ഈ നിമിഷം വരെയും ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിഞ്ഞു, ഞങ്ങളുടെ അവസ്ഥകളെ അറിഞ്ഞു ഇടപെട്ട ദൈവത്തിനും, ഞങ്ങളെ ഇത്രത്തോളം വഴി നടത്തിയ സർവശക്തനായ ദൈവത്തിനും എന്നും ഞങ്ങൾ മരണം വരെയും കടപ്പാടുള്ളവരായിരിക്കും. നന്ദി, നമസ്കാരം.